ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പൊട്ടറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ഒരു രീതിയിൽ തന്നെ പൊട്ടറ്റോ നമുക്ക് ഡ്രൈ ആയിട്ടും തയ്യാറാക്കാം, ഗ്രേവിയോട് കൂടിയും തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പൊട്ടറ്റോ കറി ചോറിൻ്റെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം തന്നെ ഗാർലിക് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 8 ഗാർലിക് ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ജിഞ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ഗാർലിക് മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ ഗാർലിക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നെടുകെ പിളർന്ന് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ചാണ് പാനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സവാള ഇട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട. സവാളയും പൊട്ടറ്റോയും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ചെയ്താലും ഒരേ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കിലോ പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഗാർലിക് അതുപോലെ പച്ചമുളക് എല്ലാം കൂടി ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒരു 2 വെള്ളം കട്ട് ചെയ്ത ശേഷം 2 വെള്ളം കൂടി ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഫെനൽ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൗഡേഴ്സ് ആഡ് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നതൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പൊട്ടറ്റോ ഫുൾ കുക്ക് ചെയ്തെടുക്കുന്നതും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പൊട്ടറ്റോ ഒരു 75% ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കാതെ ഓയിൽ മാത്രം കുക്ക് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടും. ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് കറി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പൊട്ടറ്റോയുടെ കുക്കിംഗ് ടൈം മാത്രം ഒരു 15 മിനിറ്റ് എടുക്കും എന്നുള്ളതല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എൻ്റെ ഈ പൊട്ടറ്റോ കറി ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.